1400 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധമായ ഖുർആനിൽ കുട്ടികളെ എങ്ങനെ ഉപദേശിക്കണമെന്ന് പറഞ്ഞതിന്റെ സമകാലിക പ്രസക്തി ചില ഉദാഹരണങ്ങളോടുകൂടി നമുക്ക് നോക്കാം. പരിശുദ്ധമായ ഖുർആനിലെ 3 സൂറത്തുകളിലായി 3 പശ്ചാത്തലങ്ങളിലായി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം നമുക്ക് കാണാം. യാ ബുനയ്യ, എന്റെ കുഞ്ഞു മകനെ, എന്റെ വാത്സല്യം നിറഞ്ഞ മകനെ. ഈ പ്രയോഗം അത് വളരെ അർത്ഥവത്തായതും വിശാലമായതുമാണ്. അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനുള്ള പാഠം അത് പറഞ്ഞാൽ തീരാത്തത്രയുണ്ട്. അത് വളരെ വിശാലമായ പാഠമാണ്. ഈ നൂറ്റാണ്ടിലെ കുട്ടികളെ ഉപദേശിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഉപദേശം, അവർക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഉപദേശം അത് സ്നേഹത്തോടു കൂടിയുള്ള ഉപദേശമാണ്, നന്മ കൽപ്പിച്ചുകൊണ്ടുള്ള ഉപദേശമാണ്. ഈ നൂറ്റാണ്ടിൽ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ക്രൂരമായി പെരുമാറുന്ന, കുട്ടികളെ മർദ്ദിക്കുകയും അടിക്കുകയും ചെയ്ത് ഉപദേശിക്കുന്ന മാതാപിതാക്കളെ അല്ല, മറിച്ച് അവരോട് നന്മ ചെയ്യുവാൻ വേണ്ടി അവരെ കൽപ്പിക്കുകയും സ്നേഹത്തോടുകൂടി ഉപദേശിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളെയാണ് ഈ നൂറ്റാണ്ടിൽ നമുക്ക് ആവശ്യം. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ലുക്മാനിലെ 13 മുതൽ 19 വരെയുള്ള ആയത്തുകളിൽ രക്ഷിതാവ് തന്റെ മകനെ മുന്നിലിരുത്തി സ്നേഹത്തോടുകൂടി നൽകുന്ന 10 മനോഹരമായ ഉപദേശങ്ങളുണ്ട്. 1. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. എന്റെ കുഞ്ഞു മകനെ, വാത്സല്യനിധിയായ എന്റെ മകനെ, നീ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പങ്കു ചേർത്ത് ഇഹദൈവ ആരാധനയിൽ പെട്ട് ശിർക്കിൽ അകപ്പെട്ടു പോകരുത്. 2. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എന്റെ കുഞ്ഞു മകനെ, വാത്സല്യം നിറഞ്ഞ എന്റെ പൊന്നു മകനെ, നീ ഏത് മുറിയിൽ, ഏത് പാറക്കെട്ടിന്റെ ഉള്ളിലിരുന്നാലും, ഭൂമിയുടെ ഉള്ളിലിരുന്നാലും, ആകാശത്തിന്റെ മുകളിൽ പോയാലും, ഏത് മുറിയിൽ ഇരുട്ടത്ത് കതകടച്ചിരുന്നാലും വെളിച്ചത്തിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നവനാണ് എന്ന് നീ ഒരിക്കലും മറക്കരുത്. 3. യാ ബുനയ്യ അഖിമിസ്സലാഹ്, നീ നിസ്കാരം മുറ പോലെ നിർവഹിക്കണം. അതിൽ നിന്ന് ഒന്നുപോലും നീ പാഴാക്കി കളയരുത്. 4. വഅ്മുർ ബിൽ മഅറൂഫ്, നീ ജനങ്ങളോട് നന്മ കൽപ്പിച്ചുകൊണ്ട് നീ ജീവിക്കണം. 5. വൻഹ അനിൽ മുൻകർ, നീ ജനങ്ങളിൽ നിന്ന് തിന്മ വിലക്കണം. 6. വസ്ബിർ അലാ മാ അസ്വാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, നീ നന്മ കൽപ്പിച്ചും തിന്മ വിലക്കിയും ജീവിക്കുമ്പോൾ പല സാഹചര്യങ്ങൾ നീ നേരിടേണ്ടി വരും, പല ആരോപണങ്ങൾ നീ സഹിക്കേണ്ടി വരും, പല മോശമായ ഘട്ടങ്ങൾ നീ ജീവിതത്തിൽ നേരിടേണ്ടി വരും. അതിലെല്ലാം നീ പതരരുത്. നീ നല്ല രീതിയിൽ തന്നെ ജീവിതം നയിക്കണം. അതിനെല്ലാം ക്ഷമയും സഹനവും പാലിക്കണം. നീ ആത്മധൈര്യം, ആത്മനിയന്ത്രണം ഒരിക്കലും കൈവിടരുത്. 7. വലാ തുസഅിർ ഖദഖ ലിന്നാസ്, എന്റെ കുഞ്ഞു മകനെ, നീ ജനങ്ങളെ ഒരിക്കലും പുച്ഛിക്കുകയോ അവഗണിക്കുകയോ ചെയ്യരുത്. 8. വലാ തംശി ഫിൽ അർളി മർഹാ, നീ ഒരിക്കലും ഈ ഭൂമിയിലൂടെ അവഗണനയോടെ, അഹങ്കാരത്തോടെ, വിനയമില്ലാതെ നീ നടക്കരുത്. 9. വഖ്സിദ് ഫീ മശീക്, നീ സംസാരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം നീ വിനയം പാലിക്കണം. 10. നിന്റെ സംസാരത്തിൽ നീ താഴ്മ പാലിക്കണം. നീ മറ്റുള്ളവരുമായി ഇടകലരുമ്പോഴും അവരുമായി സംസാരിക്കുമ്പോഴും എല്ലാം നീ താഴ്മയും എളിമയും കാണിക്കണം. മാത്രമല്ല, യാ ബുനയ്യ എന്ന മറ്റൊരു പ്രയോഗം നമുക്ക് സൂറത്ത് സ്വാഫാത്തിൽ 100 മുതലുള്ള ആയത്തിലും കാണാം. ഈ ആയത്തുകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് സംഭാഷണം നടത്തുകയാണ്. മനോഹരമായ സ്നേഹം നിറഞ്ഞ സംഭാഷണം. ഈ കാലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും ഇതാണ്. സൂറത്ത് ഹൂദിൽ 42-ാമത്തെ ആയത്ത് മുതൽ നമുക്ക് കാണാം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ, അക്രമങ്ങളിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന മകൻ, അധർമ്മങ്ങൾ ചെയ്യുന്ന, അനാചാരങ്ങൾ ചെയ്യുന്ന, തിന്മകൾ അഴിച്ചുവിടുന്ന തന്റെ മകനെ പോലും നൂഹ് നബി അലൈഹിസ്സലാം ഉപദേശിക്കുകയാണ്. യാ ബുനയ്യ, എന്റെ കുഞ്ഞു മോനെ, നീ അക്രമകാരികളിൽ പെട്ടുപോകരുതേ, നീ അധർമ്മം ചെയ്യുന്നവരിൽ പെട്ടുപോകരുതേ, നീ നമ്മുടെ കൂടെ വരൂ, നന്മകൾ മാത്രമേ നീ ചെയ്യുവാൻ പാടുള്ളൂ എന്ന് ഉപദേശിക്കുന്ന മനോഹരമായ ഒരു രംഗവും നമുക്ക് കാണാം. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഉൾക്കൊള്ളുവാനുള്ള പാഠം അത് വളരെ വലുതാണ്. കുട്ടികളെ നേർവഴിയിലേക്ക് നയിക്കുന്നതിനായി നാം ഉപയോഗിക്കേണ്ട പാത, നാം ചെയ്യേണ്ട കാര്യങ്ങൾ അത് അക്രമമോ ക്രൂരതയോ അടിയോ ഒന്നുമല്ല, മറിച്ച് അത് സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റമാണ്, നല്ല രീതിയിൽ നന്മ കൽപ്പിച്ചുകൊണ്ടുള്ള ഉപദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ഐക്യവും മനപ്പൊരുത്തവും സ്വരച്ചേർച്ചയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം.